ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ LP-UP എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് വൈസ് കറണ്ട് അഫെയറാണ് നോക്കുന്നത്. ആദ്യമായി സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ റോബോട്ടിക് സർജറി യൂണിറ്റ് ആദ്യമായി ആരംഭിച്ചത് RCC തിരുവനന്തപുരമാണ്. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് RCCയിലാണ് ആരംഭിച്ചത്. അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനർസൃഷ്ടിക്കാനുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് വനദീപ്തി. അധിനിവേശ വൃക്ഷങ്ങളെ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് വനദീപ്തി. ചാർജിങ്ങോ അറ്റകുറ്റപ്പണികളോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ ബാറ്ററി സ്റ്റാർട്ടപ്പ് നിർമ്മിച്ച രാജ്യം ചൈനയാണ്. അതിന് ചാർജിങ്ങോ അറ്റകുറ്റപ്പണികളോ ഇല്ല. അങ്ങനെയുള്ള ന്യൂക്ലിയർ ബാറ്ററി സ്റ്റാർട്ടപ്പ് നിർമ്മിച്ചത് ചൈനയാണ്. 2023 ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നിവയെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ടെലസ്കോപ്പാണ് യൂക്ലിഡ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2023 ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വിക്ഷേപിച്ചത്. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനാണ് ഹെവിഷ്യൂർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്കെതിരെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചാണ് ഹെവിഷ്യൂർ. ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് ഹൈദരാബാദാണ് ഇതിൻ്റെ നിർമ്മാണം. അടുത്തത് ഫെർട്ടിലൈസിംഗ് ദ ഫ്യൂച്ചർ എന്ന പുസ്തകം രചിച്ചത് കേന്ദ്രമന്ത്രിയായ മൻസുഖ് മാണ്ഡവ്യയാണ്. ഫെർട്ടിലൈസിംഗ് ദ ഫ്യൂച്ചർ എന്ന പുസ്തകം രചിച്ചത് മൻസുഖ് മാണ്ഡവ്യയാണ്. ഇനി ISRO മത്സ്യത്തൊഴിലാളികൾക്കായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് ഡാറ്റ്. ISRO മത്സ്യത്തൊഴിലാളികൾക്കായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് ഡാറ്റ്. ഡിസ്ട്രസ് അലേർട്ട് ട്രാൻസ്മിറ്റർ എന്നാണ് ഡാറ്റിൻ്റെ പൂർണ്ണരൂപം. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഏകാരോഗ്യം പദ്ധതി. അപ്പോൾ മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവരുടെ സമ്പൂർണ്ണ ആരോഗ്യം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏകാരോഗ്യം പദ്ധതി. ഇനി ജലത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ആണവശേഷിയുള്ള ഡ്രോൺ പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയയാണ്. ഹൈൻ 5 എന്നാണ് ഈ ഡ്രോണിൻ്റെ പേര്. ഇത് ജലത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ആണവശേഷിയുള്ള ഡ്രോണാണ് ഹൈൻ 5. ഇനി ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ ബംഗളൂരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് ജാംനഗറാണ്. ഗുജറാത്തിലെ ജാംനഗറിലാണ്. റിലയൻസിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന ആദ്യത്തെ പ്ലാന്റാണ് ജാംനഗറിൽ നിലവിൽ വരുന്നത്. സ്റ്റേറ്റ് ഗുജറാത്താണ്. ഇനി വളരെ പ്രധാനപ്പെട്ടതാണ്. 2024 സുറയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാനാണ്. അപ്പോൾ ഇറാൻ്റെ ഉപഗ്രഹമാണ് സുറയ്യ. സുറയ്യ വിക്ഷേപിച്ച രാജ്യം ഇറാനാണ്. ഭൂമിയിലെ പ്രകൃതിദത്ത പ്രക്രിയകളും സങ്കീർണമായ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങളും നിരീക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ബഹിരാകാശ ഉദ്യമമാണ് നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ മിഷൻ. ഇത് നാസയും ISROയും ചേർന്ന് തയ്യാറാക്കിയതാണ്. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ മിഷൻ. ഇനി രാജ്യത്തെ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ്ജ പദ്ധതി സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ് യോജന. ഇത് സൗരോർജ്ജ പുരപ്പുറ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രധാനമന്ത്രി സൂര്യോദയ് യോജന. ഇനി IUCN റെഡ് ലിസ്റ്റിൽ അടുത്തിടെ വൾണറബിൾ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ ജീവിയാണ് ഹിമാലയൻ ചെന്നായ. അപ്പോൾ IUCNൻ്റെ റെഡ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന വൾണറബിൾ കാറ്റഗറിയിൽ വന്നിരിക്കുന്നതാണ് ഹിമാലയൻ ചെന്നായ. കച്ചി കരീക്ക് എന്ന GI ടാഗ് ലഭിച്ച പഴം ഏതിനത്തിൽ പെടുന്നതാണ്? അത് ഈന്തപ്പഴമാണ്. ഗുജറാത്തിൽ നിന്നുള്ള രണ്ടാമത് GI ടാഗ് ലഭിച്ചതാണ് കച്ചി കരീക്ക്. ആദ്യമായിട്ട് GI ടാഗ് കിട്ടിയത് ഗിർ കേസറാണ്. അതൊരു മാമ്പഴ ഇനമാണ്. കച്ചി കരീക്ക് ഈന്തപ്പഴമാണ് ഗുജറാത്തിൽ നിന്ന്. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാഷണൽ ഹിസ്റ്ററി സൊസൈറ്റി സെൻറ്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജഡായു പദ്ധതി. ഇത് കഴുകന്മാരെ, വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്, മഹാരാഷ്ട്ര വനം വകുപ്പിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫെയറുകളാണ് ഇപ്പോൾ പറഞ്ഞത്.